പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഇന്ന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഫീൽഡ് മാർഷൽ അസീം മുനീർ. പാകിസ്ഥാൻ ചരിത്രത്തിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആയി ഉയർത്തപ്പെട്ട മുനീർ ഇന്ന് കര, നാവിക, വ്യോമസേനകളുടെ പൂർണ്ണ നിയന്ത്രണാധികാരമുള്ള സർവ്വ സൈന്യാധിപനാണ്. പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡന്റിനേക്കാളും മുകളിൽ ഒരു അപ്രഖ്യാപിത രാജാവായി മുനീർ മാറുമ്പോഴും മുനീറിനെ ഒരു വലിയ ഭയം വേട്ടയാടുന്നുണ്ട്. അസീം മുനീർ ഇപ്പോൾ അജ്ഞാതം തന്നെ തീർക്കുമോ എന്നുള്ള പേടിയിലാണ്. പുറത്തിറങ്ങുന്നത് പോലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചാണത്രേ. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഒരു പരിപാടിയിൽ അസീം മുനീർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധാറാണ് വീഡിയോ പങ്കിട്ടത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ആജീവനാന്ത നിയമ പരിരക്ഷയും അമിതാധികാരവും നേടിയെങ്കിലും അസീം മുനീർ ഇപ്പോൾ അതീവ സുരക്ഷാ വലയത്തിലാണ് ജീവിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ പോലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നിർബന്ധമാക്കിയതായും തന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നുമാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ബ്രിട്ടനിൽ നടന്ന ഒരു പ്രതിഷേധ റാലിക്കിടെ മുനീറിനെതിരെ ഉയർന്നു വന്ന വധഭീഷണിയും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച കാർ ബോംബ് ഭീഷണി വീഡിയോകളും പാക് സൈനിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചതാണ്. തന്നെ ഏത് നിമിഷവും ഒരു അജ്ഞാതം തീർക്കുമോ എന്ന പേടിയിലാണ് ഈ കരുത്തനായ മേധാവി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നുണ്ട്. ഒരു വശത്ത് വധഭീഷണി നിലനിൽക്കുമ്പോഴും മറുവശത്ത് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കാനും മുനീർ മറന്നില്ല. ഞങ്ങൾ തകരുകയാണെങ്കിൽ പകുതി ലോകത്തെയും കൂടെ കൊണ്ടുപോകുമെന്ന മുനീറിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത ബന്ധം തന്റെ അധികാരം നിലനിർത്താൻ സഹായിക്കുമെന്ന് മുനീർ കരുതുമ്പോഴും ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള ശത്രുക്കൾ അസീം മുനീറിനെ വിറപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് മറ്റൊരു ഭീതിയുടെ നിഴലിലാണെന്ന് ചുരുക്കം. അത് അതിർത്തിയിലെ യുദ്ധമല്ല, മറിച്ച് പാക് മണ്ണിൽ താവളം അടിച്ചിരിക്കുന്ന ഭീകര നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ വേട്ടയാടലാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് ഇന്ത്യ തിരിയുന്ന കൊടും ഭീകരർ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നുണ്ട്. ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? പാക് ഭരണകൂടം പോലും ഉത്തരം കിട്ടാതെ കുഴയുന്ന ഈ പ്രതിഭാസത്തെ ലോകം വിളിക്കുന്നത് അജ്ഞാതന്റെ വിളയാട്ടമെന്നാണ്. ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നയിക്കാൻ പാക് സൈന്യം പോറ്റു വളർത്തിയ ഭീകരർ ഒന്നൊന്നായി തീർക്കപ്പെടുന്നത് സൈനിക മേധാവി അസീം മുനീറിനെ ഭയപ്പെടുത്തുകയാണ്. തങ്ങളുടെ ആസ്തികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇവർക്ക് സുരക്ഷ നൽകാൻ പോലും ISIക്ക് സാധിക്കുന്നില്ല. സ്വന്തം രാജ്യത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ പോലും ഭീകര നേതാക്കൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടിക്കുകയാണ്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ വിദേശ ഏജൻസികളാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോഴും അത് തെളിയിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ഭീകരതയെ ആയുധമാക്കിയവർ ഇന്ന് അതേ ആയുധത്താൽ തന്നെ വേട്ടയാടപ്പെടുന്നു. പാകിസ്ഥാൻ പാമ്പുകളെ വളർത്തുന്നത് അയൽക്കാരെ കടിക്കാനാണ്. പക്ഷെ ആ പാമ്പുകൾ സ്വന്തം വീട്ടുകാരെ തന്നെ കടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഹിലരി ക്ലിന്റന്റെ പഴയ പ്രസ്താവന ഇന്ന് അക്ഷരാർത്ഥത്തിൽ പ്രസക്തമാവുകയാണ്. ഈ അജ്ഞാത കൊലയാളി ആരായാലും പാകിസ്ഥാന്റെ ഭീകരവാദ നെറ്റ്വർക്കിന്റെ നട്ടെല്ല് തകർക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും കനത്ത സുരക്ഷാ വ്യൂഹങ്ങളും ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകര നേതാക്കൾക്ക് മാത്രമല്ല സൈനിക മേധാവികൾക്കും അനിവാര്യമായിരിക്കുന്നു. കാരണം അടുത്തത് ആര് എന്ന ചോദ്യം പാക് അധികൃതരെ അത്രമേൽ ഭയപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ അജ്ഞാതന്റെ വിളയാട്ടം തുടരുകയാണ്. അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴും സമാധാനമായി ഒന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ ഈ സർവ്വ സൈന്യാധിപൻ അസീം മുനീർ. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും കനത്ത സുരക്ഷാ വ്യൂഹങ്ങളും മുനീറിനെ എത്രകാലം സംരക്ഷിക്കും? ജനരോഷവും ആഭ്യന്തര കലഹവും കത്തിപ്പടരുന്ന പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ ഭാവി എന്താകുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.